ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലേ മനോഹരെ സഞ്ചരിച്ചിടുന്നോരു യാമിനി ചരിജനസ്ഥാന വാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനിം പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളാൽ പങ്കി തേടിയിടും പാദപങ്ങൾ അതും നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമമകം പൂക്കാൻ ഭാനുമണ്ഡല സഹസ്രോജ്ജലം രാമനാഥമോ ഭാനുഗോത്രജം ഭവഭയ നാശനം പരം മാനവവീരം മനോമോഹനം മായാമയം ജാനകിയോടും കൂടെ വാണിടുന്നതും കണ്ടു മീനകേതന ബാണ പീഡിതയായാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞിന്ദിര വരനോടു മന്ദമായുര ചെയ്താൻ. ആരടോ ഭവാൻ ചൊല്ലിയിട് ആരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്ക് വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജഡാവൽക്കലാദികൾ എല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട് നീ എന്നോടും പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാൻ ആക്കിയ ശൂർപ്പണക കാമരൂപിണിയല്ലോ. കരദൂഷണത്രി ശിരാക്കളാം ഭ്രാതാക്കന്മാർക്ക് അരികെ ജനസ്ഥാനേ ഞാൻ ഇരിപ്പതും സദാം. നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞില്ലതും പുൻ്റെ എന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേം. സുന്ദരി കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീത, ധന്യമൽ ഭ്രാതാവായ ലക്ഷ്മണൻ ഇവനടോ. എന്നാലെന്തൊരു കാര്യം നിനക്കു മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൻ നിശാചരി, എന്നോട് കൂടെ പോന്നു രമിച്ചു കൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവവീരൻ അവളോടരുൾ ചെയ്തിടിനാൻ. ഞാനിഹതബോധന വേഷവും ധരിച്ച് ഓരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകുമിവൾ എന്നുടെ ഭഗ്നിയല്ലോ, മാനസേ പാർത്താൽ വെടിഞ്ഞിടരുത് ഒന്നു കൊണ്ടം. സാപന്യോത്ഭവ ദുഃഖം എത്രയും കഷ്ടം, താപത്തെ സഹിപ്പതിന് ആളല്ല നീയും എടോ. ലക്ഷ്മണൻ മമ ഭ്രാത സുന്ദരൻ മനോഹരൻ, ലക്ഷ്മി ദേവിക്കു തന്നെ ഒക്കും നീയെല്ലാം കൊണ്ടം. നിങ്ങളിൽ ചേരും ഏറെ നിർണയം മനോഹരെ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനടം. ശ്രീരാമ രാമ രാമം ശ്രീരാമ രാമ രാമം ശ്രീരാമ രാമ രാമം ശ്രീരാമചന്ദ്രാജയം. മംഗളശീലൻ അനുരൂപനെത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ.
എന്നതു കേട്ട നേരം സൗമിത്രി സമീപെ പോയി ചെന്നവൾ അപേക്ഷിച്ചൾ ഭർത്താവാകുന്നു തന്നെ. ചൊന്നവളോട് ചിരിച്ചവനും ഉര ചെയ്താൻ, എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ, തന്നെ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിട് അഖിലേശ്വരനായ രാമൻ തന്നോടു തവകുല ശീല ആചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി. പിന്നെയും രഘുകുല നായകനോട് ചൊന്നാൾ, എന്നെ നീ പരിഗ്രഹിച്ചിടുക, നല്ലൂ നിനക്കൊന്നുകൊണ്ടുമേ ഒരു സങ്കടം കൊണ്ടായി വരാ. മന്നവ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോട് കൂടെ നടന്ന് ഓരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരും അനാരദം. ഇത്തരം അവളുര ചെയ്തതു കേട്ട നേരം ഉത്തരം അരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവന് അരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം, അതിന് ഇവളുണ്ട് എനിക്കിപ്പോൾ. ഒരുത്തി വേണമവൻ അതിന് ആരെന്നു തിരഞ്ഞിരിക്കും നേരം ഇപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. വരുത്തും ദൈവം ഒന്നു കൊതിച്ചാൽ ഇനി നിന്നെ വരിച്ചു കൊള്ളും അവൻ, ഇല്ല സംശയം ഏതും. ധരിക്കുന്നിനിക്കാലം കളഞ്ഞിടാതെ ചെൽക, കരത്തെ ഗ്രഹിച്ചിടും കടുക്കുന്നവനടോ. രാഘവാക്യം കേട്ട് രാവണ സഹോദരി വ്യാകുല ചേതസ്സോടും ലക്ഷ്മണാന്തികേ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനു എന്നോട് ഇത്തരം പറഞ്ഞിടൊല്ല വെറുതെ നീം. നിന്നിലേതും ഒരു ആകാംക്ഷയെന്നറിക നീ, മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും. പിന്നെയും അതു കേട്ടു രാഘവ സമീപെ പോയി ചെന്നു നിന്ന അപേക്ഷിച്ചാൾ ആശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ട് കോപവും പ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ. മായാരൂപവും വേർപെണ്ടഞ്ജന ശൈലം പോലെ കായാകാരം ഘോരദ്രംശയും കൈക്കൊണ്ടേറ്റം. കമ്പം ഉൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തും നേരം. ബാലകൻ കണ്ട് ശീഘ്രം കുതിച്ചു ചാടി വന്നു, വാളുറയൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ട് നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരും അരുവിയാറുപോലെ ചോരയും കൊലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ കൊരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തൻ്റെ വരമുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനം അരുൾ ചെയ്തിരുന്നരുളിനാൻ. മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോട് ഉര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയമൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതം ഇതം. പേടിയില്ലിതിനേതു എത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ട് എത്രയും എന്നു തോന്നും. കളിപ്പാൻ അതിസുഖം ഉണ്ടിതു നമുക്കിങ്ങു വിളിച്ചീടുക വരും എന്നു തോന്നുന്നു നൂനം.
പിടിച്ചു കൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേം. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു, സ്വാദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ, യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈ കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചൊല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞ്, അടുത്തുകൂടായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും. അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും, പടുത്വമോടു ദൂരെ കുതിച്ചു ചാടും. അപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതും നേരം, എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടേടിനാൻ. പൊന്മാനുമതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം, വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞത് നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാൻ. അയ്യോ പാപം! ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാഹാ മേ വിധിബലം പാഹി മാം ദയാനിധേം. ആതുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചൊല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിലേ ഭവാൻ, ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുൻപേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണമടിയാതെ. രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണൻ അതു കേട്ടു ജാനകിയോടു ചൊന്നാൻ, ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നത് അവൻ നല്ല ചോരനെത്രയും ഏവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇതു കേട്ടു പോയി അകലുമ്പോൾ, നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തി ഗന്ധരൻ തനിക്കതിനുള്ള ഉപായം ഇതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെയെന്ന് അറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിചാരികളുടെ മായ ഇത് അറിഞ്ഞാലും, വിശ്വനായകൻ കോപിച്ചിടുകൾ അരട്ടണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും, അങ്ങനെയുള്ള രാമൻ തന്മുഖാംബുജത്തിങ്കൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാദം. ജാനകിയതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നോരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരമോ, രക്ഷോ ജാതിയിലത്രേ നീയുണ്ടായി നൂനം. ഭ്രാതൃനാശത്തിനത്രേ ആകാംക്ഷയാകുന്നതും തവ ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിലയല്ലോ. രാമനാശ ആകാംക്ഷിതനാകിയ ഭരതൻ്റെ കാമസിദ്ധ്യാർത്ഥമവൻ തന്നുട നിയോഗത്താൽ കൂടെ പോന്നിതു നീയും രാമനു നാശമോ വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചൊല്ലുവാൻ നൂനം.
എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനോ ഇന്നുമൽ പ്രാണത്യാഗം ചെയ്യുവാൻ ഞാനറിഞ്ഞാലും ചേതസി ഭാര്യ ഹരണോദ്യതനായ നിന്നെ സ്വാതര ബുദ്ധ്യാ ധരിച്ചില്ല രാഘവൻ ഏതും രാമനയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കു കേട്ടു സൗമിത്രി ചെവിരണ്ടം സത്വരം പൊത്തി പുനര് അവളോട് ഉര ചെയ്താൻ. നിനക്കു നാശം അടുത്തിരിക്കുന്നിതും പാരം എനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. വനദേവതമാരെ പരിപാലിച്ചു കൊൾവിൻ മനുവംശാദീശ്വര ഭഗ്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ ഭാരം ഏൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി.